നമസ്കാരം. സിബിൻ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ശ്രീനാരായണ ഗുരുദേവന്റെ 97ാമത് മഹാസമാധി ദീപ്തസ്മരണകൾ അയവിറക്കി ആചരിച്ചു. വയനാട് ദുരിതാശ്വാസ ചെലവ് വിവാദത്തിൽ മാധ്യമങ്ങളെ വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്തെ സ്വർണ്ണവില വീണ്ടും സർവകാല റെക്കോർഡിൽ. CPM-ലെ മുതിർന്ന നേതാവ് MM ലോറൻസ് നിര്യാതനായി. വാർത്തകൾ വിശദമായി. ശ്രീനാരായണ ഗുരുദേവന്റെ 97ാമത് മഹാസമാധി ദീപ്തസ്മരണകൾ അയവിറക്കി ആചരിച്ചു. ചാലക്കുടി ഗായത്രി ആശ്രമത്തിലും പേരാമ്പ്ര ഗുരുചൈതന്യ മഠത്തിലും SNDP യൂണിയന്റെ നേതൃത്വത്തിലും വിവിധ SNDP ശാഖാ യോഗങ്ങളിലും ആചരിച്ചു. സമൂഹ പ്രാർത്ഥന, പ്രത്യേക പൂജകൾ, പ്രാർത്ഥന യോഗങ്ങൾ, ഗുരുദേവ കൃതികളുടെ ആലാപനം എന്നിവ നടന്നു. ജനന മരണങ്ങൾക്കപ്പുറം നിത്യസത്യമായി പ്രകാശിക്കുന്നതാണ് ഗുരുസ്വരൂപം. ജനന മരണങ്ങൾ നമ്മെ തീണ്ടുകയില്ലെന്ന് ഗുരുദേവൻ തന്നെ അരുൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ ശരീരം നമ്മെ സ്വീകരിച്ച് ഭൂമിയിലേക്ക് കടന്നു വരുന്നവരൊക്കെ തന്നെ ഒരിക്കൽ ശരീരത്തെ ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഓരോ അവതാരത്തിനും ഓരോ ഉദ്ദേശം ഉണ്ടായിരിക്കും. ഉദ്ദേശം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ശരീരം കേവലം ഒരു പാഴ്വസ്തു മാത്രം. ഉപേക്ഷിക്കേണ്ട ജീർണവസ്ത്രം. അപ്രകാരം സാക്ഷാത്കാരം നേടിയ ഒരു മഹാത്മാവ് സ്വശരീരത്തെ ഉപേക്ഷിക്കുന്നതാണ് മഹാസമാധി. ജാതി രാക്ഷസന്റെ നട്ടലൊടിക്കുക, തൽസ്ഥാനത്ത് മാനവ സമത്വത്തിൽ അധിഷ്ഠിതമായ സാമൂഹ്യക്രമത്തെ സ്വസ്ഥാപനം നടത്തുക, അതിന് പര്യാപ്തമായ ദാർശനികവും ധാർമ്മികവുമായ അടിത്തറയൊരുക്കുക എന്നതായിരുന്നു ഗുരുദേവന്റെ അവതാര ധർമ്മം. അത് പൂർത്തീകരിക്കപ്പെട്ടപ്പോൾ തിരുശരീരം ഉപേക്ഷിച്ചു. SNDP ചാലക്കുടി യൂണിയന്റെ നേതൃത്വത്തിൽ ശാന്തിയാത്ര സംഘടിപ്പിച്ചു. കടപ്പുഴ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ശാന്തിയാത്ര ആനമല ജംഗ്ഷനിലെത്തി തിരിച്ച് ക്ഷേത്രത്തിലെത്തി സമാപിച്ചു. സംസ്ഥാനത്തെ സ്വർണ്ണവില വീണ്ടും സർവകാല റെക്കോർഡിൽ. പവന് 600 രൂപ വർദ്ധിച്ചതോടെയാണ് പുതിയ ഉയരം കുറിച്ചത്. 55,680 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് 75 രൂപയാണ് കൂടിയത്. 6,960 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. മെയ് മാസത്തിൽ രേഖപ്പെടുത്തിയ പവന് 55,120 എന്ന റെക്കോർഡാണ് തിരുത്തിയത്. ഈ മാസത്തിൽ തുടക്കത്തിൽ 53,360 രൂപയായിരുന്നു സ്വർണ്ണവില. പടിപടി ഉയർന്ന സ്വർണ്ണവില തിങ്കളാഴ്ചയാണ് വീണ്ടും 55,000 കടന്നത്. എന്നാൽ പിന്നീടുള്ള 3 ദിവസം ഇടിഞ്ഞതോടെ സ്വർണ്ണവില വീണ്ടും 55,000-ൽ താഴെയെത്തി. എന്നാൽ വെള്ളിയാഴ്ച ഒറ്റയടിക്ക് 480 രൂപ വർദ്ധിച്ച് വീണ്ടും സ്വർണ്ണവില 55,000-ന് മുകളിൽ എത്തിയതോടെ റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറുമെന്ന സൂചന നൽകി. ശനിയാഴ്ച വീണ്ടും കുതിപ്പ് തുടർന്നതോടെ സ്വർണ്ണവില പുതിയ ഉയരം കുറിക്കുകയായിരുന്നു. വയനാട് ദുരിതാശ്വാസ ചെലവ് വിവാദത്തിൽ മാധ്യമങ്ങളെ വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഒരു സാധാരണ മാധ്യമ പ്രവർത്തനമല്ല നടന്നത്, നശീകരണ മാധ്യമ പ്രവർത്തനമാണ് നടന്നത്. വിശ്വാസം തകർക്കൽ മാത്രമല്ല, സമൂഹത്തിന് എതിരായ കുറ്റകൃത്യമാണ് നടന്നത് എന്ന തിരിച്ചറിവ് വേണം. എല്ലാ മാധ്യമങ്ങളും ഒരേപോലെയാണ് എന്ന് പറയുന്നില്ല. ചിലർ തെറ്റുതിരുത്താൻ തയ്യാറായി. ബന്ധപ്പെട്ട മെമ്മോറാണ്ടത്തിലെ എസ്റ്റിമേറ്റ് കണക്കുകൾ ചെലവഴിച്ച കണക്കായി കാണിച്ചാണ് വ്യാജ വാർത്ത നൽകിയത്. ദുരന്ത നിവാരണ സംവിധാനങ്ങളുടെയും ദുരിതാശ്വാസ നിധികളുടെയും
വിശ്വാസ്യത തകർക്കാനുള്ള വ്യാജ പ്രചരണങ്ങൾ സമൂഹത്തിൽ വലിയ പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിച്ചത്. സർക്കാരിനെ അപകീർത്തിപ്പെടുത്തുക എന്ന ത്വരയിൽ ദുരന്തത്തിന് ഇരയായ മനുഷ്യരെയാണ് ദ്രോഹിച്ചിരിക്കുന്നതെന്നും മുഖ്യമന്ത്രി ആഞ്ഞടിച്ചു. വാർത്താസമ്മേളനത്തിൽ ഉരുൾപൊട്ടലിനെ തുടർന്ന് ദുരിതത്തിലായവർക്ക് നൽകിയ സഹായധനത്തിന്റെ കണക്കുകൾ മുഖ്യമന്ത്രി എണ്ണി പറഞ്ഞു. വയനാട് ദുരന്തത്തിൽ മരിച്ച 131 പേരുടെ കുടുംബങ്ങൾക്ക് 6 ലക്ഷം രൂപ വീതം നൽകി. മരിച്ച 171 പേരുടെ സംസ്കാര ചടങ്ങിന് 10,000 രൂപ വീതം നൽകി. 1013 ദുരന്തബാധിത കുടുംബങ്ങൾക്ക് 10,000 രൂപ വീതവും നൽകി. എന്നാൽ ദുരിതബാധിതർക്ക് നൽകിയതിനേക്കാൾ കൂടുതൽ തുക വോളണ്ടിയർമാർക്ക് നൽകി എന്ന തരത്തിലാണ് വ്യാജ വാർത്ത നൽകിയത്. കേന്ദ്രത്തിന് നൽകിയത് അവിശ്വസനീയമായ കണക്കുകൾ എന്നിങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് ഇത്തരത്തിലുള്ള വാർത്തകൾ ലോകം മുഴുവൻ സഞ്ചരിച്ചു. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കള്ളക്കണക്ക് നൽകി എന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണം. സോഷ്യൽ മീഡിയയിലും വ്യാപക ആക്ഷേപമുണ്ടായി. കേരളത്തിനെതിരായ ദുഷ്പ്രചരണം എല്ലാ സീമകളും മറികടന്ന് കുതിച്ചുപാഞ്ഞു. അസത്യം പറക്കുമ്പോൾ സത്യം അതിന്റെ പിന്നാലെ മുടന്തുകയാണ് ചെയ്യുന്നത് എന്ന വാചകം ഓർമ്മിപ്പിച്ച മുഖ്യമന്ത്രി ഇത് അക്ഷരാർത്ഥത്തിൽ ഇവിടെ ശരിയായിരിക്കുകയാണ് എന്നും എടുത്തു പറഞ്ഞു. യാഥാർത്ഥ്യം വിശദീകരിച്ച് സർക്കാർ വാർത്താക്കുറിപ്പ് ഇറക്കി. എന്നാൽ നുണകൾക്ക് പിന്നാലെ ഇഴയാൻ മാത്രമേ സാധിച്ചുള്ളൂ. എന്താണ് ഇതിന്റെ ഫലം? ഇത് ചിന്തിക്കേണ്ടതാണ്. കേരളം കണക്കുകൾ പെരുപ്പിച്ച് കേന്ദ്രത്തിൽ നിന്ന് കൂടുതൽ തുക തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു എന്ന ചിന്ത വലിയൊരു വിഭാഗം ആളുകളുടെ മനസ്സിൽ ഉണ്ടാക്കാൻ ഇതുവഴി സാധിച്ചു. ഈ വലിയ നുണകളുടെ പിന്നിലുള്ള അജണ്ടയാണ് തിരിച്ചറിയേണ്ടത്. നാട്ടിലെ ജനങ്ങൾക്ക് എതിരായുള്ളതാണ് ഈ പ്രചാരണം. പ്രകീർത്തിക്കും പോലെയാണ് വയനാട്ടിൽ രക്ഷാപ്രവർത്തനം നടത്തിയത്. ഇരയായവർക്കും മരണപ്പെട്ടവരുടെ ആശ്രിതർക്കും എല്ലാ സഹായവും നൽകി വരികയാണ്. പിന്തുണ തകർക്കുക, സഹായം തടയുക എന്ന അജണ്ടയാണ് ഈ പുറത്തുവന്ന വ്യാജ വാർത്തയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചതെന്ന് കരുതാം. ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയ ജനങ്ങളെ പിന്തിരിപ്പിക്കുക എന്ന ദുഷ്ടലക്ഷ്യമാണ് ഇതിനു പിന്നിൽ. മാധ്യമങ്ങൾ വിവാദ നിർമ്മാണശാലകളായി മാറി. വസ്തുനിഷ്ഠമായി വാർത്തകൾ നൽകി ജനാധിപത്യത്തെ ശക്തമാക്കുക എന്ന മാധ്യമധർമ്മം വിസ്മരിച്ചാണ് കള്ളക്കഥകൾ പ്രചരിപ്പിച്ചത്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് കച്ചവട രാഷ്ട്രീയ അജണ്ടകൾ നടപ്പാക്കുക എന്ന തലത്തിലേക്ക് അധപതിച്ചു. എന്താണ് സംഭവിച്ചത് എന്ന് വിശദമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സുഖത്തിലും ദുഃഖത്തിലും പങ്കാളികളായി ഒരേ ബെഞ്ചിലും ക്ലാസ്സിലും ഇരുന്ന് പഠിച്ചിരുന്നവർ 40 വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയപ്പോൾ അതൊരു അവാച്യമായ അനുഭൂതിയായി. ചാലക്കുടി ഗവൺമെന്റ് ITIയിൽ 1982-83 വർഷം ടർണർ ട്രേഡിൽ പഠിച്ചിരുന്നവരാണ് 4 പതിറ്റാണ്ടിന് ശേഷം ഒത്തുചേർന്നത്. ഒരേ ബാച്ചിലുണ്ടായിരുന്ന 26 പേരിൽ 3 പേർ പെൺകുട്ടികളായിരുന്നു. പഠനം കഴിഞ്ഞ് പല വഴിക്ക് പിരിഞ്ഞവർ പല മേഖലകളിലും എത്തിപ്പെട്ടു. ഇന്ന് മക്കളും കൊച്ചുമക്കളുമായി കഴിയുന്നവരിൽ ഒഴിവാക്കാനാകാത്ത കാരണങ്ങളാൽ 2 പേർക്ക് മാത്രമാണ് പങ്കെടുക്കാൻ ആകാതിരുന്നത്. പഴയകാല സുഖദുഃഖങ്ങളും സൗഹൃദവും വികൃതികളും ഓർത്തെടുത്ത് അതിരപ്പള്ളിയിലെ സ്വച്ഛന്തമായ അന്തരീക്ഷത്തിൽ ഒത്തുചേർന്നവർക്ക് പിരിയാൻ തന്നെ വിഷമമായി. വീണ്ടും ഒത്തുചേരാമെന്ന ഉറപ്പോടും ബന്ധപ്പെടാനായി മൊബൈൽ നമ്പറുകൾ കൈമാറിയുമാണ് എല്ലാവരും പിരിഞ്ഞത്. സൗഹൃദ കൂട്ടായ്മയിലെ അംഗത്തിന്റെ തന്നെ ഉടമസ്ഥതയിലുള്ള റിസോർട്ടിലായിരുന്നു ഒത്തുചേരൽ. എല്ലാവരും പറഞ്ഞതുപോലെ ITIയിൽ ക്ലാസ്സായി കഴിഞ്ഞാൽ ഉടനെ ITI കഴിഞ്ഞ ഉടനെ തന്നെ പിന്നെ എനിക്ക് ഇലക്ട്രോണിക് അപ്രന്റീസായിട്ട് കിട്ടിയായിരുന്നു. ഞാനിപ്പോൾ പറഞ്ഞു അങ്ങനെ ഇലക്ട്രോണിലൊരു 1 ഇയർ അപ്രന്റീസ്ഷിപ്പ് കഴിഞ്ഞു. അതിനുശേഷം ഞാൻ മിസ് ചെയ്യുന്നുള്ളൂ. അതാണ് ഏറ്റവും രസകരമായ കാര്യം. ഞങ്ങൾ 2 പേരും കൂടി, അതാണ് തികച്ചും ഒഫീഷ്യലായിട്ടുള്ളൊരു അപ്രന്റീസ്ഷിപ്പ് തോഷബാൻഡ് പ്രാക്ടീസിലായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ഒരു റൂമിൽ ഒരുമിച്ചാണ് താമസിച്ചിരുന്നത് കേട്ടോ. 1 വർഷം ഭയങ്കരമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പായിരുന്നു. പിന്നീട് നമ്മുടെ എല്ലാവരുടെയും ലൈഫിൻ്റെ ഓരോ ടേണിംഗ് പോയിന്റ് ഉണ്ടാകുമെന്ന് പറഞ്ഞതുപോലെ പിന്നെ അവിടെ തൊട്ടാണ് പിന്നെ ഞാൻ ഡിഗ്രി എടുക്കാനായിട്ട് തീരുമാനിക്കുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ ഡിഗ്രി ഫെയിലായ സമയത്ത് പിന്നെ എക്സാമൊക്കെ എഴുതാനായിട്ട് പോയപ്പോൾ സോമനെന്തി സോമനേക്ക് സോമനൊക്കെ ഇറങ്ങി കണ്ടെന്ന് തോന്നുന്നതല്ലേ എനിക്ക് കണ്ടെന്ന് തോന്നുന്നത്. അപ്പോൾ എക്സാമൊക്കെ എടുത്തു. പിന്നെ ഞാൻ BA പാസ്സായി BCom ഒക്കെ എടുത്തു. അതിനുശേഷം ഞാൻ 30 വർഷം മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 30 വർഷം പോപ്പുലറിന്റെ ഗ്രൂപ്പിൽ വർക്ക് ചെയ്തു. എന്നെ മാത്ര കെട്ടിച്ചേരുന്നു. എനിക്ക് 3 പെൺകുട്ടികളാണ്. മൂത്തയാൾ അമ്മു M.Tech കഴിഞ്ഞു. ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു. അവൾക്കൊരു മോൻ. രണ്ടാമത്തെ മോള് BSc നേഴ്സാണ്.
അവിടെ ഓസ്ട്രേലിയയിൽ വർക്ക് ചെയ്യുന്നു. ഫാമിലിയായിട്ട് 2 മക്കള്, ഒരു പെണ്ണും മോളും പെണ്ണും കൂടി ഉണ്ട്. ഏറെ മോള് വീട്ടിൽ കഴിഞ്ഞ് കാനഡയിൽ വർക്ക് ചെയ്യുന്നു. അവളുടെ കല്യാണം കഴിഞ്ഞില്ല. എൻ്റെ ഹസ്ബൻഡ് 2019 മരിച്ചുപോയി. പറയാ അതൊക്കെ തന്നെ, അല്ലാണ്ട് പ്രത്യേകിച്ച് ഇപ്പൊ എനിക്കൊന്നും പറയാനില്ല. എന്തായാലും നമ്മൾ ഇത്ര കണ്ടതിൽ എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം എന്താ വെച്ചാൽ ഇത്ര വിചാരിച്ചിട്ടില്ല, ഇതുപോലെ ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല നമ്മളെല്ലാവരും ഇങ്ങനെ കാണാനൊരു അവസരം ഉണ്ടാവും എന്നുള്ളത്. അത് ഭയങ്കര സന്തോഷമായി, എന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷമായി. പിന്നെ നമ്മൾ ഇത്ര കാലം എന്ന് വെച്ചാൽ ITA കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ജീവിതം ഒന്ന് പച്ചപിടിപ്പിക്കാനുള്ള ഓട്ടത്തിലായിരുന്നു എല്ലാവരും. അതുകൊണ്ട് നമുക്ക് ആരെയും കാണാനോ അങ്ങനെ പരിചയപ്പെടാനോ താല്പര്യം എനിക്ക് തോന്നുന്നു അന്നൊക്കെ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാം. ഇപ്പൊക്കെ നമുക്ക് ഒരുവിധം ഒക്കെ എല്ലാവർക്കും അങ്ങനെ തന്നെ സ്വസ്ഥായി കഴിഞ്ഞപ്പോ പിന്നെ ഇപ്പൊ നമ്മള് എല്ലാവരും. നമസ്കാരം. ഞങ്ങള് ഞാൻ ട്രീറ്റ്മെന്റില് ട്രെയിനിലായിരുന്നു. ആർക്കൊന്നും പേര് പറയില്ല. രണ്ടിൽ പക്ഷെ ഇതിനകത്ത് പ്രണയിച്ചിട്ട് ഒരാൾ മാത്രമാണ് കല്യാണം കഴിച്ചിട്ട് 10 വർഷം പ്രേമിച്ച് കഴിഞ്ഞിട്ട് കല്യാണം കഴിച്ച പക്ഷെ ഞാൻ സത്യം പറഞ്ഞ എല്ലാവരും പക്ഷേ കാണുമ്പോഴാണ് അവരുടെ ഫേസ് കിട്ടും. പിന്നെ ഫോട്ടോ എടുത്ത് വെച്ച് നോക്കുമ്പോൾ ഇവരുടെ ജെസ്സി ലിസൊക്കെ ഏകദേശം അതുപോലെ പിന്നെ ഇവരും അവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ എന്തായാലും വളരെ സന്തോഷമായി. കൂടുതൽ അവരോട് പറഞ്ഞ പല അവസരത്തിൽ പിന്നെ ഞാനിങ്ങനെ കമ്പനിയുടെ കഴിഞ്ഞ ദിവസം ഞാൻ ITA കഴിഞ്ഞ് ഒരു കൺസ്ട്രക്ഷൻ അങ്ങനെ കമ്മ്യൂണിറ്റി ആവുന്നത്. അവിടുന്ന് ഞാൻ ഗവൺമെന്റ് ആയിരുന്നു. നമ്മുടെ ആ ബാച്ചില് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ച് ബെസ്റ്റ് ട്രെയിനി ആയിട്ട് പ്രത്യേകിച്ച് ആദരം ഒന്നും കൊടുത്തില്ല. നമുക്കൊരു ആദരം അങ്ങ് കൊടുത്തേക്കാം. അതേ പറഞ്ഞു അവള് പറയും. ഞാൻ അവള് പറയാം എനിക്ക് അങ്ങനെ പറഞ്ഞ പ്രാവീണ്യൊന്നുമില്ല. നമ്മുടെ ട്രെയിനിൽ ബെസ്റ്റ് ട്രെയിനിൽ ഉശിരുള്ള ട്രെയിൻ ഇപ്പൊ ശരിയൊക്കെ പോയി. ഒന്നുമില്ല. 40 വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു റീയൂണിയൻ നടത്തി നമുക്ക് ഒരുമിച്ച് കൂടാനായിട്ട് ഒരു അവസരം കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇതിനു വേണ്ടി മെയിനായിട്ട് പ്രയത്നിച്ച എങ്കിൽസ്, പിന്നെ അതിനോടനുബന്ധിച്ച് ബാക്കി മിക്ക മെയിൽ സ്റ്റാഫും, എനിക്ക് തോന്നുന്നു ലേഡി സ്റ്റാഫിനേക്കാൾ കൂടുതൽ മെയിൽ സ്റ്റാഫ് അല്ലല്ലോ അല്ലേ, ഞാൻ പറഞ്ഞു വരുമ്പോഴും അങ്ങനെ പറഞ്ഞു പോകുന്നത്. അവർക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും എന്താ പറയാ ഹൃദയം നിറഞ്ഞ നന്ദി കേട്ടോ. യൂണിയൻ നമ്മൾ പ്രതീക്ഷിച്ചതല്ല അല്ലേ, പക്ഷേ ഇതൊരു വലിയൊരു അച്ചീവ്മെന്റ് ആയി പോയി അല്ലേ. കൊടുങ്ങല്ലൂർ തൃശൂർ റൂട്ടിലെ സ്വകാര്യ ബസ് സമരം പിൻവലിച്ചതായി സമരസമിതി സിറ്റി നേഷൻ കമ്മിറ്റി നേതാക്കൾ അറിയിച്ചു. തൃശൂരിൽ ADMന്റെ നേതൃത്വത്തിൽ ഇന്ന് നടത്തിയ ചർച്ചയെ തുടർന്നാണിത്. തിങ്കളാഴ്ച ജില്ലാ കളക്ടറുടെ ചേംബറിൽ നടക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുമെന്ന് ADM നൽകിയ ഉറപ്പിലാണ് സമരം പിൻവലിക്കുന്നതെന്നും നേതാക്കൾ അറിയിച്ചു. ഇനിയൊരു ഇടവേള.